എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. നമ്മൾ ഫിസിക്സിൽ പണ്ട് പഠിച്ചിരുന്നതാണ്. എന്നാൽ ഇന്ന് അതിന് മാറ്റം വന്നു. എനർജിയെ മാറ്ററായും മാറ്ററിനെ എനർജിയായും നമ്മൾ ചേഞ്ച് ചെയ്യാറുണ്ട്. ഊർജത്തിനെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ മാറ്ററിനെ ഉപയോഗിക്കുന്ന രീതിയാണ് ആറ്റം ബോംബിലൊക്കെ നമ്മൾ പ്രതിപാദിക്കുന്നത്. അതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് തിരിച്ച്. എന്നാൽ ഭഗവത്ഗീതയിലും ആയുർവേദ രംഗത്തും നമുക്ക് ഇതല്ലാതെ മറ്റൊരു എൻറ്റിറ്റി കൂടി നമുക്ക് പരിചയപ്പെടാം. അതാണ് കോൺഷ്യസ്നസ്. സത്വം, രാജസം, താമസം, സാത്വികം എന്നിങ്ങനെയാണ് 3 തരത്തിൽ എനർജി, മാറ്റർ, കോൺഷ്യസ്നസ് എന്നിവയെ പ്രതിപാദിപ്പിക്കുന്നത്. നമുക്ക് വളരെ കൃത്യമായിട്ട് ചിന്തിച്ചാൽ അറിയാം ഈ ഓരോന്നിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിനെ പറ്റി ഉള്ള തത്വങ്ങൾ. ഞാൻ ഡോക്ടർ അനൂപ് വാര്യർ, ആയുർവേദ മനഃശാസ്ത്രജ്ഞനാണ്. മനസ്സിൻ്റെ പ്രത്യേകതകളെ നിയന്ത്രിക്കാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മരുന്ന് കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ മദ്യം, ആഹാരം, ഇതൊക്കെ നമ്മളുടെ മനസ്സിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. കാരണം ഇതൊക്കെ മാറ്ററാണ്. ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ചെയ്യുന്ന വർക്കുകൾ, ഇതിനൊക്കെ നമ്മളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയും. ഈ മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കാം എന്നുള്ളത്, ഉദാഹരണത്തിന് നമുക്ക് തൈറോയിഡ് ഉണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് നമ്മളുടെ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കും. അതുപോലെ തന്നെ തൈറോയിഡ് കുറവാണെങ്കിൽ, ആ സമയത്ത് തൈറോക്സിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ നമ്മളുടെ പ്രവർത്തനങ്ങൾ വളരെ സ്പീഡായി മാറും. അതുപോലെ തന്നെ നമ്മൾ മദ്യപിക്കുന്നു എന്ന് വിചാരിക്കുക, നമ്മളുടെ സ്വഭാവത്തിലും രൂപത്തിലും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവും. അതുപോലെ മരുന്നുകളിലും ഇപ്രകാരം കാണാം. അല്ലെങ്കിൽ നമ്മളുടെ വ്യായാമം, നമ്മൾ കൂടുതൽ വ്യായാമം ചെയ്യുമ്പോഴും നമ്മളുടെ മനസ്സ്, കൃത്യമായ വ്യായാമം ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കും. ഇങ്ങനെ നമ്മളുടെ മനസ്സിനെയും നിയന്ത്രിക്കാൻ മാറ്ററിനും അതുപോലെ തന്നെ നമ്മളുടെ വർക്കുകൾ അല്ലെങ്കിൽ എനർജിക്കും സാധിക്കുന്നു. നമ്മളിപ്പോൾ നമ്മളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് നമ്മളുടെ മനസ്സ് കാണുന്നത്. നമ്മളുടെ ഇന്ദ്രിയങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്നത് മനസ്സാണ്. നമ്മളിപ്പോൾ ഒരു പേപ്പർ വായിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് നമ്മൾ പേപ്പർ വായിക്കുമ്പോൾ നമുക്ക് ഒരാൾ കാണുന്നത് ഏറ്റവും ആദ്യത്തെ നരേന്ദ്രമോദിയുടെയോ രാഹുൽ ഗാന്ധിയുടെയോ പിണറായി വിജയൻ്റെയോ കാര്യങ്ങളായിരിക്കും. എന്നാൽ വേറൊരാൾ കാണുന്നത് ക്രിക്കറ്റിൽ ഏറ്റവും നല്ല കളിച്ചതിനെ പറ്റിയായിരിക്കും. അല്ലെങ്കിൽ വേറൊരാൾ മോഹൻലാലിൻ്റെ സിനിമയെ പറ്റിയായിരിക്കും. ഇങ്ങനെ പലതരത്തിലും നമ്മൾ അല്ലെങ്കിൽ ചില ആളുകൾ മരണ പേജുകളായിരിക്കും ആയിരിക്കുന്നത്. ഇതൊക്കെ നമ്മളുടെ മനസ്സാണ് ആ തീരുമാനങ്ങൾ എടുക്കുന്നത്. നമ്മൾ എല്ലാ ദിവസവും കാണുന്ന കാഴ്ചകളെ നമ്മൾക്ക് ഏതാണോ വേണ്ടത്, നമ്മളുടെ മനസ്സ് ഏതാണോ ശ്രദ്ധിക്കുന്നത്, അതിലേക്കാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മളിന്ന് കാര്യം വിഷാദത്തിനെ പറ്റിയാണ് കൂടുതലായും ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഈ വിഷാദത്തിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ നമ്മളുടെ ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങളും അതുപോലെ നമ്മളുടെ പ്രപഞ്ചത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളിലുണ്ടാകുന്ന പ്രക്രിയകൾ, അതുപോലെ നമ്മളുടെ ഭക്ഷണ രീതികൾ ഒക്കെ നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതാണ് ഈ എനർജി, മാറ്റർ, കോൺഷ്യസ്നസ് എന്ന് പറയുന്ന കൺസെപ്റ്റിലൂടെ അല്ലെങ്കിൽ മഹാത്രിഗുണങ്ങളായി പറയുന്ന സാത്വിക, രാജസ, താമസങ്ങളിലൂടെ നമ്മൾ പറയുന്നത്. നമ്മളുടെ മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ട് ഭാഗവതത്തിൽ പറയുന്ന കപില മഹർഷിയാണ് സാഖ്യദർശനത്തിൻ്റെ ഉപജ്ഞാതാവ്. ഭഗവത്ഗീതയിലെ സാഖ്യയോഗത്തിലല്ല ഇതിനെപ്പറ്റി കൂടുതലായി വിവരിക്കുന്നത്. അത് മറ്റ് ഗുണത്രയ ഭാഗ്യയോഗങ്ങളിലൊക്കെയാണ്. അതുപോലെ വേറെ പല ചാപ്റ്ററുകളിലും ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ആയുർവേദത്തിൽ മഹാത്രിഗുണങ്ങളിൽ സത്വത്തിനെ മാത്രം മനസ്സിൻ്റെ ഗുണമായി പറയുന്നു. കാരണം സാത്വികം ശുദ്ധമാണ്. അതുപോലെ രാജസം എന്ന് പറയുന്നത്, എനർജി എന്ന് പറയുന്നത് നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ താമസികം എന്ന് പറയുന്നത് മനസ്സിൻ്റെ മൂഢത അല്ലെങ്കിൽ ഉറക്കം, നിദ്ര എന്നിവയൊക്കെ കണക്കാക്കുന്നതാണ്. അപ്പോൾ നമ്മളുടെ കോൺഷ്യസ്നസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് മൈൻഡുകളിൽ കോൺഷ്യസ്നസ്സിൽ സാത്വികത കൂടുതലായും സ്വപ്നാവസ്ഥയിൽ രാജസികത കൂടുതലായും നമ്മളുടെ
അൺകോൺഷ്യസ് ആയിട്ടുള്ള കാര്യത്തിൽ നമ്മളുടെ താമസികത കൂടുതലായിട്ടും കാണാൻ സാധിക്കും. ഇത് എല്ലാം ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ് മനുഷ്യൻ. അപ്പോൾ ഈ മനുഷ്യൻ്റെ ഊർജത്തിനെ ഉപയോഗിക്കാൻ മനസ്സിനെ കൃത്യമായി പാകപ്പെടുത്തുക എന്ന് പറയുന്നതാണ് ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഇപ്പം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മാറ്റർ എന്ന് പറയുന്നതിന് വോളിയം അതുപോലെ തന്നെ മാസ് ഇത് രണ്ടും വേണം. ഇപ്പോൾ തമോഗർത്തങ്ങളിലെ പോലെയുള്ളതിലൊക്കെ ഇതിൽ ചിലപ്പോൾ കണ്ടോളണമെന്നില്ല. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് താമസിക ഭാവത്തിനെ നമുക്ക് വിവരിക്കാൻ പറ്റുന്നത്. നമ്മൾ എന്ത് കേൾക്കുന്നുവോ അത് ഊർജമാണ് കേൾക്കുന്നത്. ഇപ്പോൾ കുയിലിൻ്റെ പാട്ട് കേൾക്കുന്നു എന്ന് വിചാരിക്കുക, അത് നമ്മളുടെ കർണപുടങ്ങളിലേക്ക് കുയിലല്ല വരുന്നത്, അത് ഊർജമായാണ് വരുന്നത്. നമ്മളൊരു ചുവന്ന കാറ് കാണുന്നു എന്ന് വിചാരിക്കുക, ആ കാറിൻ്റെ ചുവപ്പ് നിറം പ്രകാശ രൂപത്തിൽ നമ്മളുടെ കണ്ണിലേക്ക് എത്തുകയും അത് അറിവായി നമ്മളുടെ അകത്ത് ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതേപോലെ തന്നെ നമുക്ക് നമ്മളുടെ മനസ്സിൻ്റെ ശക്തിയെയും ഉപയോഗിക്കാൻ പറ്റും. നമ്മളുടെ ബോധത്തിനെ കൃത്യമായി ഉപയോഗിക്കുന്നതിലൂടെ, വിവേകപൂർണമായ ഉപയോഗത്തിലൂടെ മനസ്സിനെ അതിശക്തമായ ഊർജമായും നമുക്ക് അതുപോലെ തന്നെ മാറ്ററായും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതാണ് ഭഗവത്ഗീതയിലെയും അതുപോലെ തന്നെ സാഖ്യകാരിക ഈശ്വരകൃഷ്ണൻ എന്ന് പറയുന്ന ആളെ എഴുതിയിട്ടുള്ള സാഖ്യകാരികളിലും ഇതിനെപ്പറ്റി പറയുന്നു. ജഡി മുണ്ടി ശിഖി വാപ്പി മുച്ചതേ നാത്ര സംശയ. ഏത് തരത്തിലുള്ള ആളാണെങ്കിലും, ഏത് മതക്കാരനായാലും ഏത് വ്യക്തിയാണെങ്കിലും ഈ ബോധത്തിനെ അറിയുമ്പോൾ, ബോധം അല്ലെങ്കിൽ നമ്മൾ അതിനെ എനർജിയായി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നു. ഇതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇതിലൂടെ ഇപ്പം നമ്മൾ മദ്യപിക്കുന്നതോ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് പല ആളുകളുടെയും സ്വഭാവത്തിൽ തന്നെ ഇത് കാണാൻ സാധിക്കും. ചില ആളുകൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു, അവർക്ക് രാജസിക സ്വഭാവം കൂടുതലായിരിക്കും. ചില ആളുകൾ ഇതിനെ അടക്കി നിർത്തും, ദേഷ്യത്തിനെയൊക്കെ അല്ലെങ്കിൽ സങ്കടത്തിനെ. അങ്ങനെയുള്ള ആളുകൾക്ക് സാത്വിക ഭാവമായിരിക്കും. ഇതൊന്നും ഇല്ലാത്ത ആളുകളും ഉണ്ടാവും, അവരാണ് താമസിക ഭാവം. അവർക്കിപ്പോൾ എന്ത് സംഭവിച്ചാലും വലിയ കാര്യമായിട്ട് അവരൊന്നും അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ തരത്തിലുള്ള പലതരത്തിൽപ്പെട്ട സ്വഭാവങ്ങളുള്ള ആളുകളുണ്ട്. ഈ സ്വഭാവത്തിലുള്ള ആളുകൾക്ക് യഥാർത്ഥ രീതിയിൽ അവരുടെ സ്വഭാവത്തിനെ ഊർജമാക്കി പരിണമിപ്പിക്കാൻ സാധിക്കുന്നതിലൂടെ നിങ്ങളുടെ നിയോഗം, നിങ്ങളുടെ വ്യക്തമായ ശക്തി, ഊർജത്തിൻ്റെ പ്രവർത്തനം നിങ്ങളിൽ സാധ്യമാകണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് ശാന്തമാകണം. ഈ ശാന്തമാകുന്നതിലൂടെയാണ് നമുക്ക് ഉത്തിഷ്ഠത, ജാഗ്രത എന്നാണ് പറയുന്നത്. ജാഗ്രത അവസ്ഥ, ഉണർന്നെഴുന്നേൽക്കൂ, ജാഗ്രത പ്രാപിക്കൂ, പ്രാപ്യവരാൻ നിബോധിത, കിട്ടുവാൻ വേണ്ടി പരിശ്രമിക്കൂ. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ തന്നെ കാണാൻ സാധിക്കും, നമ്മളുടെ ഭഗവത്ഗീതയിലും പറയുന്നു, ക്ലൈബ്യം മാസ്മകമപ്പാർത്ഥ നൈതത്വ യുപബദ്ധ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്ത ഉത്തിഷ്ഠ പരന്തപ. നിങ്ങളുടെ ശക്തിയെ ഉണർത്തിയെടുക്കുക. നിങ്ങൾ പരന്തപനാണ്. എല്ലാത്തിനെയും തപിപ്പിക്കുന്നവനായ നിന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഹൃദയത്തിൻ്റെ ദൗർബല്യത്തിനെ, മനസ്സിൻ്റെ ചപലതകളെ മാറ്റി മനസ്സിനെ ശാന്തമാക്കി, മനസ്സിനെ ഊർജ്ജസ്വലമാക്കി കഴിഞ്ഞാൽ ഏത് ഊർജത്തിനെയും നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും. നമുക്ക് ശക്തമായി മുന്നോട്ട് പോകാൻ സാധിക്കും. ലോകത്തിനെ എല്ലാത്തിനെയും നേടാനുള്ള ശക്തി നമ്മുടെ കയ്യിലുണ്ട് എന്ന സത്യം നമ്മളെ ഉണർത്തിക്കുകയാണ് ഗീതയിലൂടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ എല്ലാ രീതികളിലും നമ്മളുടെ മനസ്സ് ശാന്തമാകുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന അനിർവചനീയമായ ഊർജ്ജസ്രോതസ്സിനെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവർക്കും ഇതിൻ്റെ സന്ദേശം എത്തിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും, വിമർശനാത്മകമായ കമൻറ്റുകളും വേണം. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് ഇതിൻ്റെ ഈ സന്ദേശം എല്ലാവർക്കും എത്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നമ്മളുടെ ഈ വീഡിയോ ഇപ്രകാരം ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നു. നന്ദി, നമസ്കാരം.